ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ദേവയാനിയും ശർമ്മിഷ്ഠയും തമ്മിലുള്ള വഴക്കും അതിനുശേഷം ദേവയാനിയുടെ ദാസിയായി ശർമ്മിഷ്ഠ മാറിയ ഭാഗവുമാണ്. കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ ഭാഗം എടുത്ത് കേൾക്കുക. ഇതിനു മുമ്പ് 2 ഭാഗങ്ങളാണ് ഈ കഥയുടെ മുന്നോടിയായിട്ട്, അതായത് ഈ കഥയ്ക്ക് മുമ്പായിട്ട് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ 3ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. പ്ലേലിസ്റ്റിൽ കചനും ദേവയാനിയും യയാതിയും എന്ന ഒരു ഫോൾഡർ, കചനും ദേവയാനിയും പിന്നെ യയാതിയും എന്നൊരു ഫോൾഡർ ആക്കി ഈ കഥകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കേൾക്കാത്തവരാണ്, ആദ്യമായിട്ടാണ് ഈ കഥ കേൾക്കുന്നതെങ്കിൽ ഇതിനു മുമ്പുള്ള 2 ഭാഗങ്ങളും കൂടി കേൾക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ഷെയർ ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യണം. ഹരേ കൃഷ്ണ. ഈ ഒരൊറ്റ കഥ കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞിരിക്കും. അക്കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഓരോ വരിയും അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ ഒരിക്കൽ ദേവയാനിയും ശർമ്മിഷ്ഠയും മറ്റു ദാസികളോടൊപ്പം വനത്തിൽ വിഹരിക്കാനായിട്ട് പോയി. ആ വനം മുമ്പ് ശർമ്മിഷ്ഠയും ദേവയാനിയും തമ്മിൽ വഴക്കുകൂടിയ സ്ഥലമായിരുന്നു. അവിചാരിതമായി നഹുഷനന്ദനായ യയാതി രാജാവ് അവിടെ വന്നുപെട്ടു. ദാസിമാരാൽ ചുറ്റപ്പെട്ട 2 സുന്ദരിമാരുടെ ദർശനം രാജാവിൽ കൗതുകമുണർത്തി. തുടർന്ന് അദ്ദേഹം ചോദിച്ചു, ഈ ദാസികളാൽ പവിത്രയായിരിക്കുന്ന നിങ്ങൾ 2 പേർ ആരാണ്? ഇത് കേട്ട് ദേവയാനി മറുപടി പറഞ്ഞു, ഞാൻ ദൈത്യഗുരു മഹർഷി ശുക്രാചാര്യൻ്റെ മകളാണ്. ഇവൾ എൻ്റെ സഖിയായ ദാസിയും. ഈ സഖി ദൈത്യരാജനായ വൃഷപർവൻ്റെ മകളാണ്. ഇവൾ എന്നും എന്നെ സേവിച്ചു കഴിയുന്നു. ഞാനും ശർമ്മിഷ്ഠയും മറ്റുള്ള ദാസികളും അങ്ങേക്ക് അധീനമായിരിക്കുന്നു. കൂടാതെ അങ്ങയെ എൻ്റെ സുഹൃത്തായും സ്വാമിയായും ഞാൻ സ്വീകരിക്കുന്നു. അവിടുന്ന് എന്നെ അപ്രകാരം സ്വീകരിച്ചാലും അങ്ങേക്ക് മംഗളം ഭവിക്കും. ഇത് കേട്ട് യയാതി മറുപടി പറഞ്ഞു, ശുക്രനന്ദിനി, നിനക്ക് മംഗളം നേരുന്നു. എന്നാൽ ഞാൻ നിനക്ക് സഖാവായും സ്വാമിയായും ഇരിക്കാൻ യോഗ്യനല്ല. നിന്റെ അച്ഛൻ നിന്നെ ക്ഷത്രിയനായ എനിക്ക് വിവാഹം കഴിച്ച് തരികയുമില്ല. യയാതിയുടെ തടസ്സവാദം കേട്ട് ദേവയാനി പറഞ്ഞു, ഹേ രാജൻ, അങ്ങേക്ക് മുമ്പ് ആരും തന്നെ എൻ്റെ കരം ഗ്രഹിച്ചിട്ടില്ല. കിണറ്റിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുന്ന വേളയിൽ അങ്ങ് എൻ്റെ പാണിഗ്രഹണം ചെയ്തിരുന്നില്ലേ? അതുകൊണ്ട് ഞാൻ അങ്ങയെ എൻ്റെ സ്വാമിയായി വരിച്ചിരിക്കുന്നു. അങ്ങനെ പാണിഗ്രഹണം ചെയ്ത നിലയ്ക്ക് ആരാണിനി എന്നെ സ്വീകരിക്കാൻ വരിക? ഇത് കേട്ട് യയാതി മഹാരാജാവ് വീണ്ടും പറഞ്ഞു, കല്യാണാങ്കി, നിന്റെ സമ്പൂജ്യനായ പിതാവ് നിന്നെ കൈപിടിച്ച് എനിക്ക് തരാതെ എങ്ങനെയാണ് ഞാൻ നിന്നെ സ്വീകരിക്കുക? ഉടൻ തന്നെ ദേവയാനി ഒരു ദൂതൻ മുഖാന്തരം ശുക്രാചാര്യരെ ഈ വിവരം അറിയിച്ചു. കാര്യങ്ങൾ വിശദമായി ധരിച്ച ശുക്രാചാര്യർ യയാതിയുടെ അടുക്കലേക്ക് വന്നു. ശുക്രാചാര്യർ എഴുന്നള്ളിയ മാത്രയിൽ യയാതി അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് വിനയപൂർവം തൊഴുകൈയോടെ മാറി നിന്നു. ദേവയാനി പറഞ്ഞു, പൂജ്യ പിതാശ്രീ, ഈ നിൽക്കുന്നത് നഹുഷനന്ദനായ യയാതി രാജാവാണ്. ഞാൻ കിണറ്റിൽ വീണുകിടക്കുന്ന സമയത്ത് ഇദ്ദേഹമാണ് കരം പിടിച്ച് എന്നെ കരയ്ക്കു കയറ്റിയത്. ഞാൻ അങ്ങയുടെ കാലു പിടിച്ച് അപേക്ഷിക്കുന്നു, അങ്ങ് ഇദ്ദേഹവുമായി എൻ്റെ വിവാഹം നടത്തിത്തരണം. യയാതി അല്ലാതെ ആരെയും ഈ ജന്മത്ത് ഞാൻ വരിക്കുകയില്ല. ദേവയാനിയുടെ അഭ്യർത്ഥനയും ദൃഢനിശ്ചയവും മനസ്സിലാക്കിയ ശുക്രാചാര്യർ യയാതിയോട് പറഞ്ഞു, ഹേ രാജാവേ, എൻ്റെ മകൾ താങ്കളെ ഭർത്താവായി വരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനിതാ കന്യാദാനം ചെയ്യുന്നു. നിങ്ങൾ ഇവളെ പട്ടമഹർഷിയായി സ്വീകരിച്ചു കൊള്ളുക.
ശുക്രാചാര്യൻ്റെ നിർദ്ദേശം കേട്ട യയാതി പറഞ്ഞു, ഹേ ബ്രഹ്മർഷേ, ഈയുള്ളവൻ ക്ഷത്രിയനാണ്. ബ്രാഹ്മണ സ്ത്രീയുമായി വിവാഹബന്ധത്തിലേർപ്പെട്ടാൽ എന്നിൽ വർണ്ണസങ്കരമെന്ന ദോഷം വന്നു ചേരും. അങ്ങേക്ക് ദയവുണ്ടായി വർണ്ണസങ്കര ദോഷം എന്നെ തീണ്ടാതിരിക്കാൻ കൽപ്പിച്ച് അനുഗ്രഹിക്കണം. ശുക്രാചാര്യൻ പറഞ്ഞു, നീ ധൈര്യപൂർവം ഇവളെ വേട്ടുകൊള്ളുക. ഒന്നുകൊണ്ടും നിങ്ങൾ വ്യസനിക്കേണ്ട. നിങ്ങളെ ഗ്രഹിക്കാനിടയുള്ള വർണ്ണസങ്കരം എന്ന പാപത്തെ ഞാനിതാ ഇല്ലാതാക്കുന്നു. നിങ്ങൾ എൻ്റെ മകളെ പത്നിയായി സ്വീകരിച്ച് ധർമ്മപാലനം നടത്തി ആ ചന്ദ്രതാരം സുഖിച്ച് ജീവിച്ചു കൊള്ളുക. മകനെ യയാതി, വൃഷപർവൻ്റെ മകളായ ശർമ്മിഷ്ഠയെ നീ ഉചിതമായി പോറ്റിക്കൊള്ളുക. എന്നാൽ അടുപ്പമൊന്നും അരുത്. തുടർന്ന് യയാതിയും ദേവയാനിയുമായുള്ള പാണിഗ്രഹണ ചടങ്ങുകൾ നടന്നു. ദേവയാനിയെയും ദാസിയായ ശർമ്മിഷ്ഠയെയും കൂട്ടി യയാതി തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. യയാതിയുടെ രാജധാനി സ്വർഗത്തിലെ അമരാവതിക്ക് തുല്യമായിരുന്നു. ദേവയാനിയെ അന്തഃപുരത്തിൽ താമസിപ്പിച്ചപ്പോൾ ദാസിയായ ശർമ്മിഷ്ഠയ്ക്കും മറ്റും അശോകവാടികയിൽ ഒരു സൗധം കെട്ടിക്കൊടുത്തു. ഉചിതമായ നിലയിൽ അന്നപാന വസ്ത്രാദികൾക്കുള്ള വ്യവസ്ഥയും ചെയ്തു കൊടുത്തു. രാജോചിതമായ ആഡംബര വസ്തുക്കൾ അനുഭവിച്ച് വർഷങ്ങൾ കടന്നുപോയി. യഥാകാലം ദേവയാനി ഗർഭിണിയായി പ്രസവിക്കുകയും ചെയ്തു. യാദൃച്ഛികമായി ഒരിക്കൽ യയാതി അശോകവാടികയിൽ കടന്നു ചെല്ലാൻ ഇടയായി. അവിടെ ശർമ്മിഷ്ഠയെ കണ്ടപാടെ അദ്ദേഹം ഒന്ന് തറച്ചുപോയി. ഒറ്റയ്ക്ക് രാജാവിനെ കണ്ടപ്പോൾ ശർമ്മിഷ്ഠ അദ്ദേഹത്തിൻ്റെ അടുത്തു വന്ന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ചന്ദ്രൻ, ഇന്ദ്രൻ, വിഷ്ണു, യമൻ, വരുണൻ തുടങ്ങിയ മഹാന്മാരിലും മഹാന്മാരായവരുടെ സൗധങ്ങളിൽ എപ്രകാരമാണോ ഒരു കന്യക സുരക്ഷിതമായിരിക്കുന്നത്, അപ്രകാരം തന്നെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തന്ന ഈ സൗധത്തിലും ഞങ്ങൾ സുരക്ഷിതരാണ്. ഇവിടെ എന്നിലേക്കൊന്ന് കണ്ണോടിക്കാൻ പോലും ആരുമില്ല. അങ്ങ് എൻ്റെ അംഗസൗന്ദര്യം കാണുന്നില്ലേ? എൻ്റെ കുലമര്യാദയും ശീലവും അങ്ങേക്ക് അറിയാമല്ലോ. ഞാൻ ഋതുസ്നാനയാണിപ്പോൾ. അതുകൊണ്ട് സ്ത്രീ സഹജമായ എന്നിലെ സാഫല്യത്തിനു വേണ്ടി ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. ഋതുസ്നാനിയായ ഒരു സ്ത്രീരത്നം ഏകാന്തതയിൽ ഒരു പുരുഷശ്രേഷ്ഠനോട് ഗർഭദാനം യാചിച്ചാൽ അത് കൊടുത്തില്ലെങ്കിൽ പാപമാണ്. അതുകൊണ്ട് ശർമ്മിഷ്ഠയുടെ അഭ്യർത്ഥനയിലുള്ള പൊരുളും ഔചിത്യവും യയാതി ഉൾക്കൊണ്ടു. അദ്ദേഹം അവളുടെ പ്രാർത്ഥന നിറവേറ്റി. ദേവയാനിയിൽ യയാതിക്ക് യദുവെന്നും തുവർസുവെന്നും പേരുള്ള 2 മക്കൾ ഉണ്ടായി. ശർമ്മിഷ്ഠയിൽ അദ്ദേഹത്തിന് 3 പുത്രന്മാരുണ്ടായി. ദ്രുഹ്യു, അനു, പുരു എന്നായിരുന്നു അവരുടെ പേരുകൾ. കാലങ്ങൾ ഏറെ കഴിഞ്ഞു. ഒരിക്കൽ യയാതി ദേവയാനിയോടൊപ്പം അശോകവനികയിൽ വന്നു. അവിടെ സുന്ദര കളേബരന്മാരായ ദേവതുല്യരായ 3 കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതുകണ്ട് ദേവയാനി ആശ്ചര്യപ്പെട്ടു. ദേവയാനി തൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, ആര്യപുത്ര, ഈ സുന്ദരക്കുട്ടന്മാർ ആരുടെ മക്കളാണ്? ഇവർ അങ്ങയെ പറിച്ചു വെച്ചതുപോലെ ഇരിക്കുന്നുണ്ടല്ലോ. കുട്ടികളുടെ അടുത്തു ചെന്ന് ദേവയാനി ചോദിച്ചു, ബാലകരെ, നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ വംശമേത്? അച്ഛനമ്മമാരാര്? എന്നോട് പറഞ്ഞു തരിക. രാജാവിനെ നോക്കിക്കൊണ്ട് കുട്ടികൾ പറഞ്ഞു, ശർമ്മിഷ്ഠ എന്നാണ് ഞങ്ങളുടെ അമ്മയുടെ പേര്. ഇത്രയും പറഞ്ഞ് അവർ ഉത്സാഹത്തോടെ യയാതിയുടെ അടുക്കലേക്ക് ഓടി. ദേവയാനി അടുത്തുണ്ടായിരുന്നതുകൊണ്ട് രാജാവ് അവരെ മടിയിലിരുത്തി ലാളിച്ചില്ല. ബുദ്ധിമതിയായ ദേവയാനി രഹസ്യം മുഴുവൻ മനസ്സിലാക്കി. അവൾ ശർമ്മിഷ്ഠയുടെ അടുക്കലേക്ക് പാഞ്ഞു ചെന്നു. എന്നിട്ട് പറഞ്ഞു, എടീ ശർമ്മിഷ്ഠേ, നീ എൻ്റെ ദാസിയല്ലേ? നീ എന്തിനാണ് എന്നോട് ഈ കടുങ്കൈ കാണിച്ചത്? നിന്നിലെ ആസുരഭാവം നശിച്ചിട്ടില്ല അല്ലേ? നിനക്ക് എന്നെ ഇപ്പോൾ ഭയം തീരെയില്ല. ഈ വിധം ദേവയാനി ആക്രോശിച്ചു. ഇത് കേട്ടപ്പോൾ ശർമ്മിഷ്ഠ വിനയപൂർവം പറഞ്ഞു, മധുരഹാസിയായ എൻ്റെ ഉത്തമ സഖി, ഞാൻ രാജാവിനോട് സമാഗമം ചെയ്തു എന്നത് സത്യം. എന്നാൽ അത് ധർമ്മവും ന്യായവും അനുസരിച്ചായിരുന്നു. പിന്നെ ഞാൻ എന്തിനു ഭയക്കണം? ആരെ ഭയക്കണം?
നീ രാജാവിനെ വരിക്കുന്ന വേളയിൽ തന്നെ ഞാനും അദ്ദേഹത്തെ മനസ്സുകൊണ്ട് വരിച്ചിരുന്നു. നീ ബ്രാഹ്മണ കന്യകയാണ്, അതുകൊണ്ട് എന്നേക്കാളും ശ്രേഷ്ഠ ആയിരിക്കാം. എന്നാൽ ഇദ്ദേഹം ഒരു രാജർഷി എന്ന നിലയിൽ നിന്നേക്കാളും എനിക്കാണ് പ്രിയതമൻ. ദേവയാനി കലി തുള്ളിക്കൊണ്ട് രാജാവിനോട് പറഞ്ഞു, താങ്കൾ എന്നോട് മഹാപാതകം ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുകയില്ല. കണ്ണുനീർ വാർത്ത് തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ അച്ഛൻ്റെ അടുക്കലേക്ക് പോയി. സംഭവങ്ങളുടെ ഗതിവിഗതികൾ കണ്ട് യയാതിക്ക് ദുഃഖമുണ്ടായി, ഒപ്പം ഭയവും. ദേവയാനിയുടെ പിന്നാലെ യയാതി ഓടിയെടുത്തു. കെഞ്ചിയും കിഴിഞ്ഞും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾ ചെവിക്കൊണ്ടില്ല. രണ്ടുപേരും ശുക്രാചാര്യൻ്റെ മുന്നിലെത്തി. പൂജ്യപിതാവിനെ നമസ്കരിച്ച ശേഷം ദേവയാനി അറിയിച്ചു, മഹാനായ എൻ്റെ അച്ഛാ, ഇതാ ധർമ്മത്തെ അധർമ്മം കീഴടക്കിയിരിക്കുന്നു. ഹീനയായവൾ ഉന്നതയായിരിക്കുന്നു. ശർമ്മിഷ്ഠ എന്നെ പിന്തള്ളിയിരിക്കുന്നു. എൻ്റെ മഹാരാജാവിൽ നിന്നും അവൾ 3 സന്താനങ്ങളെ പ്രസവിച്ചിരിക്കുന്നു. ധർമ്മജ്ഞനായ ഇദ്ദേഹം ധർമ്മമര്യാദകളെ ലംഘിച്ചിരിക്കുന്നു. അങ്ങ് ഇക്കാര്യത്തിൽ ഇടപെട്ട് ഒരു തീരുമാനത്തിൽ എത്തണം. ഇത് കേട്ട് പുത്രീ സ്നേഹം എന്നും തുളുമ്പി നിന്നിരുന്ന ശുക്രാചാര്യന് താങ്ങാനായില്ല. അദ്ദേഹം പറഞ്ഞു, ഹേ രാജാവേ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ധർമ്മം ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനിതാ നിങ്ങളെ ശപിക്കുന്നു. നിങ്ങൾ പടുവൃദ്ധനായി തീരട്ടെ. ശുക്രാചാര്യൻ്റെ ശാപവചനങ്ങൾ പുറത്തു വന്ന മാത്രയിൽ യയാതി അതിവൃദ്ധനായി മാറി. വൃദ്ധനായ യയാതി ശുക്രാചാര്യൻ്റെ കാലിൽ വീണ് പ്രാർത്ഥിച്ചു, എനിക്ക് അങ്ങയുടെ പുത്രി ദേവയാനി എന്നും പഥ്യയാണ്. എനിക്ക് അവളിലെ ആഗ്രഹം ഇന്നും തീർന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങ് ഞങ്ങളോട് ദാക്ഷിണ്യം കാണിക്കണം. എന്നെ കിളവനാക്കി തള്ളരുത്. സ്വന്തം പുത്രിയിൽ യയാതിക്കുള്ള അഭിനിവേശം കേട്ടറിഞ്ഞപ്പോൾ ശുക്രാചാര്യൻ ഒന്ന് തണുത്തു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ശപിച്ചത് തന്നെ. അതിനി തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. എന്നാൽ ഒരിളവ് അനുവദിക്കാം. ഈ വാർദ്ധക്യം നീ വേറെ ആർക്കെങ്കിലും കൊടുത്ത് പകരം അവരുടെ യൗവനം വാങ്ങിക്കൂ. യയാതി ഒരു അഭ്യർത്ഥന കൂടി നടത്തി. മുനിശ്രേഷ്ഠ, എൻ്റെ വാർദ്ധക്യം ഏറ്റുവാങ്ങുന്ന എൻ്റെ മക്കളിൽ ഒരുവൻ പുണ്യവാനും യശസ്വിയുമായി തീരണമെന്ന് അങ്ങ് അനുഗ്രഹിക്കണം. ഇത് കേട്ട് ശുക്രാചാര്യൻ പറഞ്ഞു, എന്നാൽ അങ്ങനെ തന്നെ. നീ ശ്രദ്ധാപൂർവം എന്നെ മനസ്സിൽ ധരിച്ച് വാർദ്ധക്യത്തെ ഒരു മകന് കൊടുത്ത് അവനിൽ നിന്നും യൗവനം വാങ്ങുക. യൗവനം തരാൻ സന്നദ്ധനായവൻ ചക്രവർത്തിയും യശസ്വിയും ആയുഷ്മാനും കുലത്തിന് അഭിമാനവും ആയിരിക്കും. യയാതി തൻ്റെ രാജധാനിയിൽ വന്നു. ആദ്യമായി തൻ്റെ മൂത്ത പുത്രനായ യദുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, ഞാൻ കിളവനായിപ്പോയി. എൻ്റെ ശരീരം ജരാനരകൾ പേറിയിരിക്കുന്നു. എനിക്ക് യുവത്വം ആസ്വദിച്ച് മതിയായിട്ടില്ല. മകനെ, അതുകൊണ്ട് നീ അച്ഛൻ്റെ ഈ വൃദ്ധഭാവം ഏറ്റെടുത്ത് പകരം എനിക്ക് നിന്റെ യൗവനം തരിക. 1000 കൊല്ലം കഴിഞ്ഞ് നീ തരുന്ന യൗവനം ഞാൻ മടക്കിത്തരാം. ഇത് കേട്ട് യദു മറുപടി പറഞ്ഞു, വൃദ്ധനായാൽ ധാരാളം ദോഷങ്ങളുണ്ട്. നേരാമണ്ണം ആഹാരം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പറ്റുകയില്ല. ശരീരം വിളറും, മുടി വെളുക്കും, തൊലി ചുളുങ്ങും, വിറയല് വരും. ആഗ്രഹത്തിനൊത്ത് എഴുന്നേക്കാനോ നടക്കാനോ പറ്റുകയില്ല. യുവതികൾ തിരിഞ്ഞു നോക്കുകയില്ല. അതുകൊണ്ട് അങ്ങയുടെ വൃദ്ധഭാവം എനിക്ക് ഏറ്റെടുക്കാൻ വയ്യ. യയാതി പറഞ്ഞു, എടാ, നീ എൻ്റെ ആത്മജനല്ലേ, എന്നിട്ടും എൻ്റെ അപേക്ഷ മാനിച്ച് എനിക്ക് യൗവനം തരാൻ നിനക്ക് പറ്റില്ലേ? എൻ്റെ കൺമുമ്പിൽ നിന്നും നീ ഇപ്പോൾ തന്നെ പൊയ്ക്കൊള്ളണം. നിന്റെ സന്താനങ്ങൾക്ക് ഈ രാജ്യത്തിൽ യാതൊരു അവകാശവും ഉണ്ടാവുകയില്ല. തുടർന്ന് അദ്ദേഹം തുർവസുവിനെ വിളിച്ചു യൗവനത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചു. അയാളും വാർദ്ധക്യം സ്വീകരിച്ച് യൗവനം കൊടുക്കാൻ തയ്യാറായില്ല. മനം നൊന്ത യയാതി അവനെയും ശപിച്ചു. എടാ, നിന്റെ വംശപരമ്പര അറ്റുപോകും. നീയാകട്ടെ വർണ്ണസങ്കര ദോഷം പേറിയവനും മാംസഭോജിയും ദുരാചാരിയും ആയിത്തീരും. നീ കാട്ടുജാതിക്കാരുടെ രാജാവാകും. ദേവയാനിയിൽ ജനിച്ച 2 പുത്രന്മാരെയും ഇപ്രകാരം ശപിച്ച ശേഷം അദ്ദേഹം ശർമ്മിഷ്ഠയുടെ മകനായ ദ്രുഹ്യുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു.
ദ്രുഹ്യു മറുപടി പറഞ്ഞു, വൃദ്ധനായാൽ സ്ത്രീ സൗഖ്യം കിട്ടുകയില്ല. ആനപ്പുറത്തും കുതിരപ്പുറത്തും രഥത്തിലുമൊന്നും കയറി വിലസാനും പറ്റുകയില്ല. അതുകൊണ്ട് എനിക്ക് കിളവനാകാൻ വയ്യ. ഇത് കേട്ട് രാജാവ് പറഞ്ഞു, എടാ, നീ എന്നോട് ഇങ്ങനെ പറയത്തക്കവണ്ണം വളർന്നോ? ആനയും കുതിരയും രഥവുമൊക്കെ പോകട്ടെ, എരുമയെയും ആടിനെയും കഴുതയെയും പോലും നിനക്ക് കിട്ടില്ല. നിനക്കും രാജ്യാവകാശം ഇല്ലാതായി തീരും. നീയും നിന്റെ വംശവും ഗതികേടിലാകും. അതിനുശേഷം അനുവിനെ സമീപിച്ചു. അവൻ്റെ മറുപടിയും വ്യത്യസ്തമായിരുന്നില്ല. യയാതി അവനെയും ശപിച്ചു, നിന്റെ സന്താനങ്ങൾ യുവാവാവസ്ഥയിൽ പൊലിഞ്ഞു പോകും. നിനക്ക് അഗ്നിഹോത്രാദിയാഗങ്ങൾ ചെയ്യാനുള്ള അവകാശം ഇല്ലാതായി തീരും. 4 പുത്രന്മാരെയും സമീപിച്ചിട്ട് കാര്യം നടക്കാതെ വന്ന യയാതി അവസാനം പുരുവിനെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ, നീ എൻ്റെ പൊന്നുമോനല്ലേ? നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകൻ. നീ അച്ഛനെ നോക്ക്. ശാപം കൊണ്ട് അച്ഛൻ വൃദ്ധനായിരിക്കുന്നു. യൗവനം ആസ്വദിച്ച് എനിക്ക് തൃപ്തി വന്നിട്ടില്ല മകനെ. നിന്റെ യൗവനം എനിക്ക് നീ തരിക. 1000 വർഷം കഴിഞ്ഞ് ആ യൗവനം ഞാൻ നിനക്ക് മടക്കിത്തരാം. വൃദ്ധഭാവം ഏറ്റുകൊള്ളുകയും ചെയ്യാം. ഇത് കേട്ട് പുരു വളരെ സന്തോഷപൂർവ്വം യയാതിയുടെ അഭ്യർത്ഥന സ്വീകരിച്ചു. സന്തുഷ്ടനായ അദ്ദേഹം പുരുവിനെ ആശീർവദിച്ചു. എല്ലാ ഐശ്വര്യങ്ങളും നിനക്കുണ്ടാകും. നിന്റെ വംശം സുസ്ഥിരമാവുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ യയാതി ശുക്രാചാര്യനെ ധ്യാനിച്ചു. തുടർന്ന് യയാതിയുടെ വാർദ്ധക്യം പുരുവിലും പുരുവിൻ്റെ യൗവനം യയാതിയിലും കുടിയേറി. നഹുഷനന്ദനായ യയാതി സ്വന്തം പുത്രനായ പുരുവിൽ നിന്നും യൗവനം സ്വീകരിച്ച ശേഷം യുവാവിൻ്റെ ചുറുചുറുക്കോടെ പ്രേമസല്ലാപങ്ങൾ നടത്തിയും ഉത്സാഹം കാട്ടിയും കാലം കഴിച്ചുകൂട്ടാൻ തുടങ്ങി. ഇപ്രകാരം വിഷയാസക്തനായിരുന്നെങ്കിലും അദ്ദേഹം ഒരിക്കലും ധർമ്മത്തെ ലംഘിച്ചിരുന്നില്ല. യജ്ഞങ്ങൾ കൊണ്ട് ദേവതകളെയും ശ്രാദ്ധകർമ്മങ്ങൾ കൊണ്ട് പിതൃക്കളെയും ഭിക്ഷ ദാനാദികൾ കൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെയും ഇച്ഛയ്ക്കൊത്ത കാര്യങ്ങൾ അനുവദിച്ചു കൊടുത്ത് ബ്രാഹ്മണരെയും അന്നപാനാദികൾ കൊടുത്ത് അതിഥികളെയും രക്ഷാഭടന്മാരുടെ സംരക്ഷണം കൊടുത്ത് വൈശ്യന്മാരുടെയും സ്നേഹാദര ബഹുമാനങ്ങൾ കൊടുത്ത് ശൂദ്രരെയും സന്തുഷ്ടരാക്കി. കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും നിർദാക്ഷിണ്യം ശിക്ഷിച്ചിരുന്നു. സമസ്ത പ്രജകളും സന്തുഷ്ടരായി കഴിഞ്ഞുകൂടി. യയാതിയുടെ ഭരണം സ്വർഗലോകത്തെ ഇന്ദ്രഭരണത്തിന് തുല്യമായിരുന്നു. രാജ്യത്ത് ആകമാനമുള്ള സുഖഭോഗങ്ങൾ ആവോളം അനുഭവിച്ച ശേഷം യയാതി നന്ദനവനം, അളകാപുരി, സുമേരു പർവ്വതം എന്നിവിടങ്ങളിൽ താമസിച്ച് അവിടെയുള്ള സകല ലൗകിക ഭോഗങ്ങളും ആവോളം നുകർന്നു. അപ്രകാരം ഭൗതിക സുഖഭോഗങ്ങളിൽ ആറാടി 1000 കൊല്ലങ്ങൾ കഴിഞ്ഞു. മുൻ നിശ്ചയിച്ച പ്രകാരം 1000 കൊല്ലം കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹം തൻ്റെ മകൻ പുരുവിനെ വിളിച്ചറിയിച്ചു. മകനെ, നിന്റെ യുവത്വം സ്വീകരിച്ച ഞാൻ എൻ്റെ ഇച്ഛാനുസരണം 1000 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. 1000 കൊല്ലവും വിഷയഭോഗങ്ങളിൽ ആസക്തനായി തന്നെയാണ് ഞാൻ കഴിഞ്ഞുകൂടിയത്. ഇപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായിരിക്കുന്നു. ഭൗതിക ഭോഗങ്ങളോടുള്ള ഇച്ഛ ഒരിക്കലും ഭോഗം കൊണ്ട് ശാന്തമാവുകയില്ല. എരിതീയിൽ എത്രത്തോളം നെയ്യൊഴിക്കുന്നുവോ അത്രയും തീയാളി കത്തുകയുള്ളൂ. ഈ ലോകത്ത് എത്ര തന്നെ അന്നപാനാദികളുണ്ടെങ്കിലും സേനാബലവും ആയുധബലവും ഉണ്ടെങ്കിലും ഗോധനമുണ്ടെങ്കിലും അതിസുന്ദരിമാരായ യുവതി സമൂഹമുണ്ടെങ്കിലും ഒരു ഭോഗിയുടെ പോലും ആസക്തി സ്ഥിരമായി അയാൾക്ക് അടക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് യഥാർത്ഥ സുഖമെന്ന് പറയുന്നത് ഭോഗാനുഭവങ്ങളിലൂടെയല്ല, മറിച്ച് അവയുടെ ത്യാഗത്തിലൂടെയാണ്. ദുർബുദ്ധികളായ മനുഷ്യർ ഭോഗങ്ങളിൽ ആസക്തരായി കൊണ്ടേയിരിക്കുന്നു. പടുവൃദ്ധനായാലും അയാൾ ആ ഭാവം ഉൾക്കൊള്ളുന്നില്ല. ഇതവനിൽ പ്രാണൻ അവശേഷിപ്പിക്കുന്നത് വരെയുള്ള ഒരുതരം രോഗമാണ്. അതിനാൽ ഭോഗാസക്തി വെടിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ സുഖം കിട്ടുകയുള്ളൂ. നോക്ക്, നിന്നിൽ നിന്നും ഞാൻ യൗവനം വാങ്ങിയിട്ട് 1000 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും എന്നിലെ തൃഷ്ണ ദിവസം ചെല്ലുംതോറും ഏറുന്നതേ ഉള്ളൂ.
അതുകൊണ്ട് ഞാൻ ഈ ഭോഗാസക്തിയെ വെടിഞ്ഞ് മനസ്സിനെ ബ്രഹ്മത്തിൽ വിലീനമാക്കാൻ ശ്രമിക്കുന്നു. വിശപ്പും ദാഹവും വകവയ്ക്കാതെ, ചിന്താഭാരമൊന്നും പേറാതെ, ഒന്നിനോടും മമതയില്ലാതെ നിഷ്കളങ്കരായ പേടമാനുകൾക്കൊത്ത് വിഹരിച്ച് കഴിയാം. മോനെ, ഞാൻ നിന്നിൽ തൃപ്തനാണ്. നീ എനിക്ക് തന്ന യുവത്വം തിരിച്ചെടുത്തുകൊള്ളുക, രാജപദവിയും ഏറ്റെടുത്തുകൊള്ളുക. നീ എൻ്റെ ഓമന മോനാണ്. ഇപ്രകാരം യയാതി തൻ്റെ മകനായ പുരുവിനോട് പറഞ്ഞു. ഇതുകേട്ട് പുരു തൻ്റെ അച്ഛന് കൊടുത്ത യൗവനം തിരിച്ചെടുത്തു. യയാതി തൻ്റെ വാർദ്ധക്യവും തിരിച്ചെടുത്തു. മൂത്ത പുത്രന്മാരെ എല്ലാം തഴഞ്ഞ് ഇളയ മകനായ പുരുവിന് രാജപദവി കൊടുക്കാൻ പോകുന്നത് പ്രജകൾ അറിഞ്ഞു. ഉടനെ പ്രജകളെല്ലാം ബ്രാഹ്മണന്മാരുടെ നേതൃത്വത്തിൽ രാജാവിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് എന്തിനാണ് മൂത്ത പുത്രന്മാരെ ഉപേക്ഷിച്ച് ഇളയവനായ പുരുവിന് രാജ്യം കൊടുക്കുന്നത്? ഇത് ധർമ്മമാണോ? അങ്ങ് ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കരുത് എന്ന കാര്യം ഞങ്ങളിതാ അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അപ്പോൾ യയാതി പറഞ്ഞു, നിങ്ങൾ കാതോർത്ത് എൻ്റെ വാക്കുകൾ കേട്ടുകൊള്ളുക. മൂത്തവനായ യദുവിന് രാജ്യം കൊടുക്കാൻ പറ്റാത്ത കാരണമുണ്ട്. അവൻ പുത്രരിൽ മൂത്തവനാണെങ്കിലും എൻ്റെ ആജ്ഞ അനുസരിക്കാത്തവനാണ്. പിതാവിനെ ധിക്കരിക്കുന്നവൻ സജ്ജന ദൃഷ്ടിയിൽ പുത്രനല്ല. അച്ഛനമ്മമാരെ അനുസരിക്കുന്നവനും അവർക്ക് ഹിതം ചെയ്യുന്നവനും അവർക്ക് സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നവനും മാത്രമാണ് പുത്രൻ. എനിക്ക് ഒരു സുഖസൗകര്യം ഏർപ്പെടുത്തി തരാനുള്ള എൻ്റെ ആഗ്രഹത്തെ പുരു ഒഴിച്ച് മറ്റെല്ലാ പുത്രന്മാരും പുച്ഛിച്ചു തള്ളി. പുരുവാകട്ടെ എൻ്റെ ആഗ്രഹത്തിന് വലിയ വിലയാണ് നൽകിയത്. അവൻ എൻ്റെ ആജ്ഞ അനുസരിച്ചു. അതുകൊണ്ട് എൻ്റെ രാജ്യത്തിന് അധികാരിയായ പുത്രൻ അവൻ മാത്രമാണ്. എൻ്റെ പുത്രന്മാരുടെ മുത്തച്ഛനായ ശുക്രാചാര്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വാക്കുകൾ ശിരസാ വഹിക്കുന്നവൻ മാത്രമേ രാജാവാകൂ എന്ന്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ തീരുമാനത്തിനൊപ്പം നിൽക്കണം. രാജാവിൻ്റെ വാക്കുകളിൽ സന്തുഷ്ടരായ പ്രജകൾ പുരുവിൻ്റെ രാജ്യാഭിഷേകം കൊണ്ടാടി. ഇഷ്ടപുത്രനെ രാജാവായി വാഴിച്ച ശേഷം യയാതി വാനപ്രസ്ഥത്തിന് പോയി. വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് താപസന്മാരോടൊപ്പം അദ്ദേഹം കൊട്ടാരം വിട്ട് പോയി. അങ്ങനെ പുരുവിൽ നിന്നും പുരുവംശം ഉണ്ടായി. കാടുകയറിയ യയാതി ഫലമൂലാദികൾ ഭക്ഷിച്ചാണ് ജീവിതം തള്ളിവിട്ടത്. അദ്ദേഹം ചാഞ്ചല്യവും വിഷയഭോഗാസക്തവുമായിരുന്ന തൻ്റെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കി. ക്രമേണ അദ്ദേഹം ജിതക്രോധനും ആയി. അദ്ദേഹം ഒരു ദിവസവും മുടങ്ങാതെ പിതൃതർപ്പണവും ദേവപൂജയും നടത്തി വന്നിരുന്നു. അഗ്നിഹോത്രാദി യാഗങ്ങൾ പോലും അദ്ദേഹം വനത്തിൽ നടത്തി. നല്ലരി ചോറ് വെച്ച് അതിഥികളെ ആവോളം ഊട്ടിയ ശേഷം യജ്ഞശേഷം അദ്ദേഹം വിശപ്പടക്കി. ഈ നിലയിൽ യയാതി വനത്തിൽ 1000 കൊല്ലം കഴിച്ചുകൂട്ടി. 30 കൊല്ലത്തോളം മൗനവ്രതം ആചരിച്ചു. 1 കൊല്ലത്തോളം ഉറങ്ങുക പോലും ചെയ്യാതെ വായു മാത്രം ഭക്ഷിച്ച് ജീവിച്ചു. അതിനുശേഷം 1 കൊല്ലം പഞ്ചാഗ്നി മധ്യത്തിൽ ഇരുന്നു. 6 മാസം ഒറ്റക്കാലിൽ തപസ്സനുഷ്ഠിച്ചു. യയാതിയുടെ പവിത്രമായ കീർത്തി ത്രിലോകങ്ങളിലും വ്യാപിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹം ശരീരം ത്യജിച്ച് സ്വർഗം പോയി. രാജാവായ യയാതി സ്വർഗത്തിൽ വളരെ ആനന്ദത്തോടെ കഴിയാൻ തുടങ്ങി. സ്വർഗത്തിൽ സ്വർഗീശ്വരനായ ഇന്ദ്രനും സ്വർഗവാസികളായ മഹാന്മാരുമെല്ലാം യയാതിയെ അത്യന്തം ബഹുമാനിച്ചിരുന്നു. ഈ നിലയിൽ സർവരാലും ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മഹാൻ എന്ന നിലയിൽ യയാതി സ്വർഗത്തിൽ 1000 കൊല്ലം കഴിച്ചുകൂട്ടി. ഒരിക്കൽ ഒരു സായാജ്ഞ സവാരിക്കിറങ്ങിയ യയാതി ഇന്ദ്രൻ്റെ അടുക്കൽ വന്നു. അവർ പല വിഷയങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്ദ്രൻ ചോദിച്ചു, യയാതി രാജാവേ, അങ്ങയുടെ യുവത്വം പുത്രന് മടക്കിക്കൊടുക്കുകയും വൃദ്ധത്വം തിരികെ സ്വീകരിക്കുകയും ചെയ്യുന്ന വേളയിൽ
എന്തുപദേശമാണ് പുത്രന് കൊടുത്തത്? യയാതി ഉത്തരം കൊടുത്തു, ദേവേന്ദ്ര, ഞാൻ എൻ്റെ പുത്രനോട് പറഞ്ഞു, മകനെ, നീ ഗംഗയ്ക്കും യമുനയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലത്തിൻ്റെ രാജാവായി കൊള്ളുക. അതിർത്തിക്കറ്റമുള്ള ദേശങ്ങൾ നിന്റെ സഹോദരങ്ങൾ കൈയാളട്ടെ. കോപിക്കുന്നവരെക്കാൾ ക്ഷമാശീലന്മാർ ശ്രേഷ്ഠന്മാരാണ്. സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നവനും അത് ചെയ്യാത്തവന്മാരെക്കാൾ മഹാൻ തന്നെ. ജീവികളിൽ മനുഷ്യർ ശ്രേഷ്ഠജന്മം ഉള്ളവരാണ്. മൂർഖന്മാരുടെ ഇടയിൽ വിദ്വാൻ അതിശ്രേഷ്ഠനാണ്. ഉപദ്രവിക്കുന്നവനെ പോലും ഉപദ്രവിക്കരുത്. ഉപദ്രവം ഏറ്റുവാങ്ങിയവൻ്റെ ദുഃഖം തന്നെ ഉപദ്രവിച്ചവനെ നശിപ്പിച്ചുകൊള്ളും. അന്യന് ഹൃദയവേദന ഉണ്ടാക്കുന്ന കർക്കശമായ വചനങ്ങൾ പറയരുത്. അയോഗ്യങ്ങളായ മാർഗങ്ങൾ ഉപയോഗിച്ച് ശത്രുവിനെ പോലും സ്വന്തം പക്ഷത്താക്കാൻ ശ്രമിക്കരുത്. അന്യന് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പാപികളാണ് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ആരാണോ ചീത്ത പറഞ്ഞും നിന്ദിച്ചും കുത്തുവർത്തമാനം പറഞ്ഞും അന്യരെ വേദനിപ്പിക്കുന്നത് അവൻ്റെ മുഖത്തുപോലും നോക്കരുത്. അവൻ ഉരുവിട്ട് കഴിഞ്ഞ അശ്ലീലവാണി ഒരു പിശാചിനിയുടെ രൂപം ഉൾക്കൊണ്ട് ആ സമയത്ത് അവൻ്റെ മുഖത്ത് വിളങ്ങുന്നുണ്ടാകും. സദ്ഗുണസമ്പന്നന്മാർ നിന്നെ വിട്ടുപിരിയാതിരിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യം നിന്നിലുണ്ടാകണം. ദുഷ്ടന്മാർ പറയുന്ന നിന്ദ്യവും നീചവുമായ കാര്യങ്ങൾക്ക് നീ ചെവി കൊടുക്കരുത്. എപ്പോഴും സത്പുരുഷ വലയത്തിൽ നിൽക്കാൻ ശ്രമിക്കണം. കത്തികൊണ്ട് മാത്രമല്ല ഒരുവനെ ഹനിക്കാൻ സാധിക്കുന്നത്, വാക്ഷരം കൊണ്ടും ഒരുവനെ ഹനിക്കാനാകും. വാക്ഷരം കൊണ്ടുള്ള മുറിവ് മരുന്നുകൊണ്ട് മാറുകയില്ല. രാവും പകലും അതൊരുവനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അന്യനെ മുറിവേൽപ്പിക്കുന്ന വാക്ഷരങ്ങൾ ഒരിക്കലും പറയരുത്. സമസ്ത പ്രാണികളോടും ദയാദാക്ഷിണ്യവും മൈത്രീഭാവവുമാണ് 3 ലോകങ്ങളിലുമുള്ള സമ്പത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ നിധി. ചുരുക്കി പറഞ്ഞാൽ കഠോര വചനങ്ങൾ ഉരിയാടരുത്. എപ്പോഴും മധുരമായി സംസാരിക്കണം. സമ്മാനവും ദാനവുമെല്ലാം കൊടുക്കണം. ഒരിക്കലും ഒന്നും ആരിൽ നിന്നും വാങ്ങരുത്. ഇതാണ് മഹത്തായ ജീവിത രീതി. യയാതിയുടെ ധാർമ്മികമായ ജീവിത രീതികളെ സംബന്ധിക്കുന്ന പ്രസ്താവം കേട്ട ഇന്ദ്രൻ ചോദിച്ചു, നഹുഷനന്ദന, അങ്ങ് ഗൃഹസ്ഥാശ്രമധർമ്മം പൂർണ്ണമായി പാലിച്ചതിനു ശേഷമാണല്ലോ വാനപ്രസ്ഥം സ്വീകരിച്ചത്. ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. തപസ്സിൽ അങ്ങ് ആർക്ക് സമശീർഷനാണ്? യയാതി പറഞ്ഞു, ദേവന്മാർ, മനുഷ്യർ, ഗന്ധർവന്മാർ, മഹർഷിമാർ ഇവരുടെ കൂട്ടത്തിൽ എനിക്ക് തുല്യനായൊരു തപസ്സിയെ ഞാൻ കാണുന്നില്ല. ഇതുകേട്ട് ഇന്ദ്രൻ പറഞ്ഞു, അയ്യയ്യോ, അങ്ങേക്ക് തുല്യമായവരെയും ഉയർന്നവരെയും താഴ്ന്നവരുടെയുമെല്ലാം വ്യക്തിഗതമായ പ്രഭാവം മനസ്സിലാക്കാതെ എല്ലാവരെയും ചേർത്ത് തിരസ്കരിച്ചു കളഞ്ഞല്ലോ. അങ്ങയുടെ വായ കൊണ്ട് തന്നെ അങ്ങയുടെ മഹത്വം വിളമ്പിയതുകൊണ്ട് അങ്ങയുടെ പുണ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ സുഖിച്ചു കഴിയാവുന്നതിന് ഒരു പരിധിയുണ്ട്. ഇവിടുന്ന് പൊയ്ക്കൊള്ളുക, ഭൂമിയിൽ പതിച്ചുകൊള്ളുക. ഇത് കേട്ട് യയാതി പറഞ്ഞു, ശരി, ഞാൻ എല്ലാവരെയും അപമാനിച്ചുവെങ്കിൽ എൻ്റെ പുണ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇവിടുന്ന് സജ്ജനങ്ങളുടെ ഇടയിലേക്ക് വീഴാം. ഇന്ദ്രൻ പറഞ്ഞു, എന്നാൽ അങ്ങനെയാകട്ടെ. സ്വർഗത്തിൽ നിന്നും നിപതിച്ച യയാതി, അഷ്ടകൻ, പ്രദർധൻ, വസുമാൻ, ശിബി തുടങ്ങിയ തപസ്സികൾ തപസ്സനുഷ്ഠിക്കുന്ന സ്ഥലത്തേക്ക് വീഴാൻ തുടങ്ങി. താഴോട്ട് വന്നുകൊണ്ടിരുന്ന യയാതിയെ നോക്കി അഷ്ടകൻ പറഞ്ഞു, യുവാവേ, നിങ്ങളെ കാണാൻ ഇന്ദ്രനെ പോലെ ഇരിക്കുന്നു. അങ്ങനെയുള്ള നിങ്ങൾ ഞങ്ങളുടെ ഇടയിലേക്ക് വീഴുന്നത് കണ്ട് ഞങ്ങൾക്ക് ആശ്ചര്യം തോന്നുകയാണ്. ഏതായാലും ഇപ്പോൾ എത്തിയിരിക്കുന്ന ആകാശമാർഗത്തിൽ തന്നെ നിൽക്കുക. വിഷാദവും മോഹവുമെല്ലാം ഉപേക്ഷിച്ച് എന്താണ് കാര്യമെന്ന് ഞങ്ങളെ ധരിപ്പിക്കുക. ഞങ്ങൾ ഇവിടെയുള്ളപ്പോൾ ഇന്ദ്രന് പോലും നിങ്ങളുടെ ഒരു രോമവും അനക്കാൻ പറ്റുകയില്ല. ആർത്തന്മാർക്കും ധീരന്മാർക്കും ഋഷിമാരാണ് ഏക ആശ്രയം. ഭാഗ്യം കൊണ്ട്
നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ തന്നെ വന്നുപെട്ടു. ഏതായാലും ഇങ്ങെത്തുന്നതിന് മുമ്പ് ഞങ്ങൾ വയ്ക്കുന്ന ചില വ്യവസ്ഥകൾ സശ്രദ്ധം കേട്ടുകൊള്ളുക. ഇത് കേട്ട് യയാതി പറഞ്ഞു, ഞാൻ സമസ്ത പ്രാണികളെയും നിന്ദിച്ചതിൻ്റെ ഫലമായി സ്വർഗത്തിൽ നിന്നും സ്ഥാനഭ്രഷ്ടനായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിൽ അഹങ്കാരമുണ്ടായിരുന്നു. ആ അഹങ്കാരഭാവം നരകത്തിന് തുല്യമാണ്. സത്പുരുഷന്മാർ ദുഷ്ടജനങ്ങളെ അനുകരിക്കരുത്. ധനധാന്യാദികളിൽ ആഗ്രഹം വെടിഞ്ഞ് ആത്മസാധന നടത്തുന്നവൻ മാത്രമാണ് വിവേകി. സൗഭാഗ്യം വന്നു കയറുമ്പോൾ അഹങ്കരിക്കരുത്. അറിവുണ്ടെന്നുള്ളതുകൊണ്ട് അഹങ്കരിക്കരുത്. സ്വന്തം ചിന്തയും പ്രവൃത്തിയുമെല്ലാം ദൈവഹിതമനുസരിച്ച് നിഷ്ഫലമായി പോയെന്ന് വരാം. അതെല്ലാം വിധിയാണെന്ന് വിചാരിച്ച് സഹിക്കണം. അതിൽ ദുഃഖിക്കരുത്. ദുഃഖത്തിലൊരുവൻ എരിഞ്ഞു പോകരുത്. സുഖത്തിൽ മതിമറക്കരുത്. സുഖദുഃഖങ്ങളിൽ സമഭാവം ശീലിക്കണം. ഹേ അഷ്ടക, എനിക്കിപ്പോൾ മോഹമൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഒരാശയും അവശേഷിക്കുന്നില്ല. വിധാതാവിൻ്റെ വിധിക്കെതിരായി ഒരുവനും പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് വിധിവിഹിതത്തിൽ ഞാൻ സന്തുഷ്ടനാണ്. ഈ സുഖവും ദുഃഖവുമെല്ലാം സത്യം തന്നെ. പിന്നെ എനിക്ക് എങ്ങനെയാണ് ദുഃഖമുണ്ടാവുക? ഇനി എന്തു ചെയ്യണം? എന്തനുഷ്ഠിച്ചാൽ സുഖം ലഭിക്കും? ഈ വക ചിന്തകളൊന്നും എന്നിൽ ലവലേശം പോലുമില്ല. അതുകൊണ്ട് ഏത് തീവ്ര ദുഃഖത്തിനും എന്നെ എരിക്കാൻ പറ്റുകയില്ല. ഇത് കേട്ട് അഷ്ടകൻ ചോദിച്ചു, അവിടുന്ന് നാനാലോകങ്ങളിൽ ജീവിച്ചിട്ടുണ്ടല്ലോ. ആത്മജ്ഞാനിയായ നാരദന് തുല്യമായിട്ടാണ് അങ്ങ് കാര്യങ്ങൾ പറയുന്നത്. അങ്ങ് പ്രധാനമായി എവിടെയെല്ലാമാണ് താമസിച്ചതെന്ന് പറഞ്ഞു തരാമോ? ഇത് കേട്ട് യയാതി പറഞ്ഞു, ആദ്യം ഞാൻ ഈ ഭൂമിയിലെ സർവഭൗമനായ രാജാവായിരുന്നു. അതിനുശേഷം 1000 കൊല്ലം ഞാൻ മഹത് ലോകത്തിൽ താമസിച്ചു. അതിനുശേഷം 100 യോജന നീളവും വീതിയുമുള്ള 1000 വാതിലോട് കൂടിയ ഇന്ദ്രപുരിയിൽ 1000 കൊല്ലം വസിച്ചു. അവിടെ നിന്നും ഞാൻ പ്രജാപതിയുടെ ലോകത്തേക്ക് പോയി. അവിടെയും ഞാൻ 1000 കൊല്ലം താമസിച്ചു. തുടർന്ന് ഞാൻ സ്വർഗീയ ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് 1,00,000 വർഷം നന്ദനവനത്തിൽ താമസിച്ചു. സുഖഭോഗങ്ങളിൽ ആറാടിക്കഴിയവേ ക്ഷീണപുണ്യനായി ഭൂമിയിലേക്ക് ഇപ്പോൾ പതിച്ചുകൊണ്ട് ഇരിക്കുന്നു. പുണ്യം നശിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും ഇന്ദ്രൻ അവിടെ പാർപ്പിക്കുകയില്ലല്ലോ. വീണ്ടും അഷ്ടകൻ ചോദിച്ചു, ഹേ രാജൻ, ഏത് കർമ്മം അനുഷ്ഠിച്ചാലാണ് ഒരുവൻ ശ്രേഷ്ഠലോകത്ത് എത്തിച്ചേരുക? തപസ്സുകൊണ്ടാണോ അത് ലഭിക്കുന്നത്, അതോ ജ്ഞാനം കൊണ്ടോ? ഇത് കേട്ട് യയാതി വീണ്ടും ഉത്തരം പറഞ്ഞു, സ്വർഗത്തിന് 7 വാതിലുകളുണ്ട്. ദാനം, തപം, ശമം, ദമം, ലജ്ജ, സരളത, ദയ എന്നിവയാണ് അവ. ഗർവമുണ്ടെങ്കിൽ തപോബലം നഷ്ടമായി തീരും. തൻ്റെ പാണ്ഡിത്യ ഗർവം കൊണ്ട് അന്യനെ കൊച്ചാക്കുന്നവൻ ഒരിക്കലും ഉത്തമ ലോകത്തിൽ എത്തുകയില്ല. അയാൾ വിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നതിലും അസമർത്ഥനായിത്തീരും. തപസ് അഭയദായകമാണ്. അഗ്നിഹോത്രം, മനനം, വേദാധ്യായം, യജ്ഞം എന്നിവ അഭയസാധനകളാണ്. അഹങ്കാരത്തോടെ മേൽപ്പറഞ്ഞവ അനുഷ്ഠിച്ചാൽ അത് ഭയദായകം ആയിത്തീരും. ഒരുവൻ ബഹുമാനിക്കുന്നത് കണ്ട് സന്തോഷിക്കേണ്ട, അതുപോലെ ഒരുവൻ അപമാനിച്ചത് കണ്ട് ദുഃഖിക്കുകയും വേണ്ട. സുഖദുഃഖങ്ങളിൽ സമബുദ്ധിയുള്ളവൻ മാത്രമേ ലോകർ മാനിക്കുകയുള്ളൂ. ദുഷ്ടന്മാരിൽ നിന്നും സച്ചിന്ത പ്രതീക്ഷിക്കരുത്. ഞാൻ തരാം, ഞാൻ ചെയ്യാം, ഞാൻ മനസ്സിലാക്കി, ഞാൻ തീർച്ചയാക്കുന്നു, ഈ തരത്തിൽ കൃത്യങ്ങൾ പറയുന്നവൻ ആപത്തിൽ ചെന്നു ചാടും. സ്വാത്വികമല്ലാത്ത ഈ ചിന്തകൾ ഉപേക്ഷിക്കുക. അഷ്ടകൻ വീണ്ടും തിരക്കി, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, അതുപോലെ സന്യാസി എന്നിവരിൽ ആർക്കാണ് മരണാനന്തരം ആനന്ദം ലഭിക്കുക? യയാതി വീണ്ടും ഉത്തരം കൊടുത്തു, ഏതൊരു ബ്രഹ്മചാരിയാണോ തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് വിദ്യ മുഴുവൻ ഉൾക്കൊള്ളുന്നത്, ആരോടാണ് ഒരു സേവനത്തിന് വേണ്ടി പറയേണ്ടി വരാതിരിക്കുന്നത്,
ആരാണോ ആചാര്യൻ ഉറങ്ങിയ ശേഷം ഉറങ്ങുകയും ഉണരുന്നതിനു മുമ്പ് ഉണരുകയും ചെയ്യുന്നത്, ആരാണോ പ്രവൃത്തിയിലും ചിന്തയിലും സുകുമാരഭാവം പുലർത്തുന്നത്, ആരാണോ ഇന്ദ്രിയ സംയമനം വരുത്തിയിരിക്കുന്നത്, ധൈര്യശാലിയും ശ്രദ്ധാവാനും തെറ്റുകുറ്റങ്ങൾ ചെയ്യാതിരിക്കുന്നവനും ആയിരിക്കുന്നത്, അവന് മരണശേഷം ആനന്ദം അനുഭവിക്കാം. ആരാണോ ധർമാനുസരണം ആർജിച്ച ധനം കൊണ്ട് യജ്ഞം ചെയ്യുന്നത്, അതിഥികളെ ഊട്ടുന്നത്, അന്യന് കൊടുക്കാതെ ഒരു സുഖവും സ്വന്തമായി ഉപയോഗിക്കാത്തത്, അവനാണ് യഥാർത്ഥ ഗൃഹസ്ഥൻ. ആരാണോ സ്വയം വിയർപ്പ് ചീന്തി ജീവിക്കാൻ ആവശ്യമായ ധനമുണ്ടാക്കുന്നത്, അതിനുവേണ്ടി ഒരു പാപവും ചെയ്യാത്തത്, എന്തെങ്കിലും എന്നും ആൾക്കാർക്ക് സംഭാവന കൊടുക്കുന്നത്, മിതമായി ആഹാരം കഴിക്കുന്നത്, ആ വാനപ്രസ്ഥാശ്രമി ഉദ്ദിഷ്ടപദത്തിൽ വിനാവിളംബം എത്തിച്ചേരും. ആരാണോ കൗശലപൂർവം ഭാഷണം നടത്താതിരിക്കുന്നത്, സദ്ഗുണസമ്പന്നനായിരിക്കുന്നത്, ഒന്നിനോടും ആസക്തനല്ലാതിരിക്കുന്നത്, അന്യന്റെ ഗൃഹത്തിൽ താമസിക്കാത്തവൻ, ഒറ്റയ്ക്ക് ഭിക്ഷാടനം നടത്തുന്നത്, എളിമയോടെ ജീവിക്കുന്നത്, അവൻ തന്നെയാണ് യഥാർത്ഥ സന്യാസി. ഇതേ നിലയിൽ വിശദമായി കാര്യങ്ങൾ പറഞ്ഞ ശേഷം യയാതി അഷ്ടകാദികളെ ഓർമ്മിപ്പിച്ചു. ഇതാ ദേവതമാർ പതനം വൈകിക്കരുതേ എന്ന് വിളിച്ചു പറയുന്നു. ഞാനിപ്പോൾ തറയിൽ വീഴും. ഇന്ദ്രൻ അനുഗ്രഹിച്ചരുളിയത് കൊണ്ടാണ് നിങ്ങളെ പോലുള്ള മഹാന്മാരുടെ ഇടയിൽ ഞാൻ വരാൻ ഇടയാകുന്നത്. അഷ്ടകൻ പറഞ്ഞു, ഹേ യയാതിരാജൻ, അങ്ങ് ഇങ്ങോട്ട് വീഴരുത്. സ്വർഗത്തിലുള്ള ഞങ്ങളുടെ സകല സമ്പത്തും ഈ അന്തരീക്ഷത്തിലും സുമേരു പർവ്വതത്തിൻ്റെ ശിഖരങ്ങളിലും എൻ്റെ പുണ്യകർമ്മ ഫലമായി എന്തെങ്കിലും തരത്തിൽ ധാർമ്മികമായ ഫലങ്ങളുണ്ടോ, അതെല്ലാം ഞാൻ അങ്ങേക്ക് തരാം. പതനം അങ്ങോട്ടായിക്കൊള്ളട്ടെ. യയാതി പറഞ്ഞു, ഞാൻ ബ്രാഹ്മണനല്ല. അബ്രാഹ്മണൻ എങ്ങനെയാണ് ദാനം വാങ്ങിക്കുന്നത്? ഞാൻ മുമ്പ് ധാരാളം ധനം ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രദർദനൻ പറഞ്ഞു, ഈ അന്തരീക്ഷത്തിലും സ്വർഗത്തിലും ഏതേത് ലോകങ്ങൾ എനിക്കുണ്ടോ അവയെല്ലാം ഞാൻ അങ്ങേക്ക് തരുന്നു. അങ്ങ് ഇവിടെ വീഴരുത്, സ്വർഗത്തിൽ തിരിച്ചു പോകണം. അപ്പോൾ യയാതി പറഞ്ഞു, ഒരു രാജാവും തനിക്ക് സമനായ അന്യരിൽ നിന്നും ദാനം സ്വീകരിക്കുകയില്ല. ഒരു ക്ഷത്രിയനായിരുന്നു കൊണ്ട് ദാനം വാങ്ങിക്കുന്നത് വലിയ അധർമ്മമാണ്. ഇന്ന് വരെ നേരും നെറിയുമുള്ള ഒരു ക്ഷത്രിയനും ദാനം കൈപ്പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞാനിത് സ്വീകരിക്കുന്നത്? അപ്പോൾ വസുമാൻ പറഞ്ഞു, രാജശ്രേഷ്ഠ, ഞാൻ എൻ്റെ എല്ലാ ലോകങ്ങളും അങ്ങേക്ക് നൽകുന്നു. അങ്ങിത് ദാനമായി കണക്കാക്കി നിരസിക്കുകയാണെങ്കിൽ ഒരു എള്ള് വിലയായി തന്ന് ഇത് മുഴുവൻ വിലയ്ക്ക് വാങ്ങിക്കൊള്ളൂ. യയാതി പറഞ്ഞു, ഈ ക്രയവിക്രയങ്ങളൊക്കെ കച്ചവടക്കാരുടെ കള്ളങ്ങളാണ്. ഞാൻ ഇന്ന് വരെ കച്ചവടത്തിലേർപ്പെട്ട് ഒരു കള്ളവും ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു സത്പുരുഷൻ താങ്കൾ പറയുന്ന തരത്തിലുള്ള ഒരു ഇടപാടിന് നിൽക്കുമോ? പിന്നെ ഞാൻ എങ്ങനെയാണ് ഇതിന് വഴങ്ങുക? ഇത് കേട്ട് ശിബി പറഞ്ഞു, മഹാരാജാവേ, എന്നെ അങ്ങ് അറിയില്ലേ? ഞാൻ ഉഷീനരൻ്റെ പുത്രനായ ശിബിയാണ്. അങ്ങേക്ക് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് വർജ്യമാണെങ്കിൽ ഞാൻ ഇതേവരെ ആർജിച്ചിട്ടുള്ള എൻ്റെ പുണ്യഫലമിത അങ്ങ് സ്വീകരിച്ചു കൊള്ളുക. ഇത് ദാനവുമല്ല, വിലയുമല്ല, കാഴ്ചവെക്കലാണ്. അങ്ങിത് എടുത്തില്ലെങ്കിലും ഞാനിത് തിരികെ സ്വീകരിക്കുകയില്ല. ഇത് കേട്ട് യയാതി പറഞ്ഞു, അവിടുന്ന് വലിയ പ്രഭാവശാലിയാണ്, ഞാനത് സമ്മതിക്കുന്നു. എന്നാൽ അന്യൻ്റെ പുണ്യഫലം ഞാൻ അനുഭവിക്കുകയില്ല. ഇത് കേട്ട് അഷ്ടകൻ ഇടപെട്ട് പറഞ്ഞു, മഹാരാജാവേ, ശരി ശരി, ഞങ്ങൾ ഓരോരുത്തരായി തന്ന പുണ്യലോകങ്ങളും ഫലങ്ങളും അവിടുന്ന് സ്വീകരിച്ചില്ല. എന്നാൽ ഇതാ ഞങ്ങളെല്ലാവരും ചേർന്ന് എല്ലാം അങ്ങേക്ക് തരുന്നു. ഈ പുണ്യമെല്ലാം അങ്ങേക്ക് നൽകിയ ശേഷം ഞങ്ങൾ നരകത്തിൽ പോകാനും തയ്യാർ തന്നെ. യയാതി മറുപടി കൊടുത്തു, സഹോദരന്മാരെ, സത്പുരുഷരായ നിങ്ങൾ സത്യത്തിൻ്റെ പക്ഷപാതികളാണ്. ആരുടെയും ഒന്നും സ്വീകരിച്ചും എനിക്ക് ഇന്ന് വരെ പരിചയമില്ല. അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ ഞാൻ സ്വീകരിക്കുന്നില്ല. ഇത് കേട്ട് അഷ്ടകൻ വീണ്ടും പറഞ്ഞു, മഹാരാജാവേ, ഇതാ ആകാശത്തിൽ 5 സ്വർണ്ണരഥങ്ങൾ കാണപ്പെടുന്നു. അങ്ങതിൽ ഏതിൽ കയറിയാണ് സ്വർഗത്തിലേക്ക് തിരികെ പോകുന്നത്? അപ്പോൾ യയാതി പറഞ്ഞു, അതെ അതെ, ഈ സ്വർണ്ണരഥങ്ങൾ ഭവാന്മാരെയും പുണ്യലോകത്തിലേക്ക് കൊണ്ടുപോകും.
അത് കേട്ട് അഷ്ടകൻ പറഞ്ഞു, അങ്ങ് ഈ രഥത്തിലേറി സ്വർഗത്തിലേക്ക് പോയാലും യഥാകാലം ഞങ്ങൾ അവിടെ വന്നുകൊള്ളാം. അപ്പോൾ യയാതി വീണ്ടും പറഞ്ഞു, നാം എല്ലാവരും സ്വർഗപദവിക്ക് യോഗ്യരായിരിക്കുന്നു. അതുകൊണ്ട് കയറിക്കൊള്ളുക, ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാം. സ്വർഗത്തിലെ വിശാല കവാടം നിങ്ങൾ കാണുന്നില്ലേ? അഷ്ടദാദികളുടെ ദാനവും സമർപ്പണവും കാഴ്ചവസ്തുവും ഒന്നും എത്ര നിർബന്ധിച്ചിട്ടും യയാതി സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലെ മഹാത്യാഗി വെളിവായി കഴിഞ്ഞിരുന്നു. തന്മൂലം സ്വർഗലോകത്തിന് അദ്ദേഹം അധികാരിയുമായി. അതുകൊണ്ട് അവർ എല്ലാ പേരും സുവർണ രഥത്തിലേറി സ്വർഗത്തിലേക്ക് പുറപ്പെട്ടു. യയാതിയുടെയും അഷ്ടകാദികളുടെയും ധാർമ്മിക തേജസ് സ്വർഗത്തെ കൂടുതൽ ദീപ്തമാക്കി. ഔഷീതനായ ശിബിയുടെ രഥം ഏറ്റവും മുമ്പിലായി സ്വർഗകവാടത്തിലേക്ക് അടുക്കുന്നത് കണ്ട് അഷ്ടകൻ യയാതിയോട് ചോദിച്ചു, രാജാവേ, ഇന്ദ്രൻ എൻ്റെ ഉറ്റമിത്രമാണ്. അതുകൊണ്ട് ഞാനാണ് ആദ്യം സ്വർഗകവാടം കടന്ന് അകത്തു ചെല്ലേണ്ടത്. പിന്നെ എന്തിനാണ് ഈ ശിബി എൻ്റെ മുമ്പിലായി രഥം ഓടിച്ച് കയറ്റുന്നത്? അത് കേട്ടപ്പോൾ യയാതി പറഞ്ഞു, ശിബി തൻ്റെ സർവസ്വവും സത്പാത്രങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു. ദാനം, തപസ്, സത്യം, ധർമ്മം, ഐശ്വര്യം, ക്ഷമ, സഭ്യത, സേവാനിരത തുടങ്ങിയവയെല്ലാം ശിബിയിൽ കുടികൊള്ളുന്നു. ഇത്രയൊക്കെ മഹത്വം ആർജിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് തെല്ലും അഹങ്കാരമില്ല. അതുകൊണ്ടാണ് ശിബി എല്ലാവരെക്കാളിലും മുമ്പിലായത്. അഷ്ടകൻ തിരക്കി, അങ്ങ് ആരുടെ പുത്രനാണ്? ഇത്രയും വലിയ ത്യാഗിയായ ഒരു ബ്രാഹ്മണനെയോ ക്ഷത്രിയനെയോ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടും കേട്ടിട്ടുമില്ല. യയാതി വിനയാന്വിതനായി പറഞ്ഞു, ഞാൻ നഹുഷ ചക്രവർത്തിയുടെ മകനായ യയാതിയാണ്. എൻ്റെ സൽപുത്രനാണ് പുരു. ഒരിക്കൽ ഞാൻ സാർവഭൗമനായ ചക്രവർത്തിയായിരുന്നു. ഞാൻ ആരായിരുന്നുവെന്ന കാര്യം രഹസ്യമാണ്. എങ്കിലും ആ രഹസ്യവും ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ എനിക്കും നിങ്ങൾക്കും തമ്മിൽ ഭേദഭാവമില്ല. വാസ്തവത്തിൽ ഞാൻ നിങ്ങളുടെ എല്ലാം അപ്പൂപ്പനാണ്. ഇപ്രകാരം സംസാരിച്ച് യയാതിയും അഷ്ടകാദികളും സ്വർഗത്തിൽ എത്തിച്ചേർന്നു. ഹരേ കൃഷ്ണ. വ്യാസഭഗവാൻ എന്തിനാണ് നമ്മളോട് ഈ കഥ പറഞ്ഞിരിക്കുന്നത്? യയാതിയിലൂടെ വ്യാസഭഗവാൻ നടത്തിയിരിക്കുന്നത് ഒരു സാരോപദേശവും സനാതന സംസ്കാരത്തിൻ്റെ ഒരു മുതൽക്കൂട്ടുമാണ്. ഒരിക്കലും ആരിൽ നിന്നും ഒന്നും വാങ്ങരുത്. സർവവും ചോദിച്ചു വാങ്ങിയ സ്വന്തം മകനിൽ നിന്നും യൗവനം പോലും ചോദിച്ചു വാങ്ങിയ യയാതിയെ കൊണ്ടാണ് വ്യാസഭഗവാൻ ഇത് പറഞ്ഞിരിപ്പിക്കുന്നത്. ഇത് ഘടകവിരുദ്ധമാണ്. മരത്തിൽ കയറാൻ നമ്മൾ തിലാപ്പ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ തെങ്ങിനും കമുകിനും ഒരു തിലാപ്പ് അല്ല ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു കാര്യം സ്വീകാര്യമാകുന്നതും ത്യജിക്കപ്പെടുന്നതും അതാത് കാലഭേദം ഒരുവനിൽ വരുത്തുന്ന മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചാണ്. മാനസിക അവസ്ഥകൾക്ക് സാർവകാലികമായ നിശ്ചയഭാവം ഇല്ല. ഇക്കാര്യമാണ് വ്യാസഭഗവാൻ ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇക്കാരണങ്ങളാൽ മാനസിക അവസ്ഥാഭേദം കൊണ്ട് യയാതിയിൽ വന്ന മഹാത്യാഗത്തിൻ്റെ അവസ്ഥ സ്വാഭാവികമാണ്. മുൻ ചെയ്തികളെ എടുത്തുകാട്ടി ഇവിടെ ഘടകവിരുദ്ധ ഭാവം ആരോപിക്കേണ്ടതില്ല. സ്വന്തം മഹത്വം വിളമ്പിയാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അഹങ്കാരം ഒരുവൻ്റെ അധപ്പതനത്തിന് കാരണമാകും എന്ന കാര്യം ഇവിടെ വ്യാസഭഗവാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സ്വയം പ്രഖ്യാപിത ഗുണത്താൽ ധർമ്മഭ്രംശം വന്ന് ഭൂമിയിലേക്ക് പതിക്കുന്ന വേളയിൽ അഷ്ടകാദികളുടെ ചോദ്യവും അതിനുള്ള ഉത്തരവുമെല്ലാം ധാർമ്മികമായ ജീവിത രീതിക്കുള്ള മഹത്തായ ഉപദേശങ്ങളാണ്. യയാതിയുടെ അധപ്പതന വേള നിമിത്തമാക്കി അത് ഭഗവാൻ പറയിക്കുന്നു. ഒരുപക്ഷെ തികഞ്ഞ യോഗിയുടെയും ഭോഗിയുടെയും അവസ്ഥാവിശേഷങ്ങൾ മനസ്സിലാക്കിയ വ്യാസഭഗവാൻ അക്കാര്യങ്ങൾ യയാതിയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരുവൻ്റെ പതനത്തിൽ
ത്യാഗം മാത്രമേ അവനെ രക്ഷിക്കുകയുള്ളൂ എന്ന സനാതന ധർമ്മം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. അഷ്ടഘാതികളുടെ നാനാതരത്തിലുള്ള സമ്മാനങ്ങൾ യയാതി ത്യജിച്ചതിലൂടെ അദ്ദേഹത്തിൻ്റെ ത്യാഗഭാവം തെളിയിക്കപ്പെട്ടു. ഒരു കാലത്ത് അമിതകാമിയായിരുന്നെങ്കിലും പിൽക്കാലത്ത് അയാൾ തന്നെ ത്യാഗിയായി മാറി. അഷ്ടഘാതികളും യയാതിയും വീണ്ടും തേരിലേറി സ്വർഗത്തിലേക്ക് പോയത് അവരും യയാതിയും തികഞ്ഞ ത്യാഗികൾ ആയതുകൊണ്ട് തന്നെ. ഒരിക്കൽ മഹാഭോഗിയായി വ്യാസഭഗവാൻ എടുത്തുകാട്ടിയ യയാതിയെ തന്നെ മഹാത്യാഗിയായി എടുത്തുകാട്ടുന്നതിലും ഒരു തന്ത്രമുണ്ട്. വ്യക്തിനിഷ്ഠങ്ങളായ ആചരണങ്ങൾ നിയതങ്ങളല്ല, സന്ദർഭത്തിനൊത്ത് അവ മാറിയും മറിഞ്ഞെന്നുമിരിക്കും. മഹാത്യാഗിക്ക് മാത്രമേ ജീവിതത്തിൻ്റെ അന്ത്യത്തിലെങ്കിലും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത സൗഭാഗ്യം തിരികെ ലഭിക്കുകയുള്ളൂ. അഷ്ടഘാതികൾ തങ്ങളുടെ സർവവും യയാതിക്ക് ദാനം ചെയ്തു. ആ നിലയിൽ സർവവും ത്യജിക്കുന്നതിലൂടെ അവരും മഹാത്യാഗികളാണെന്ന സത്യം ഉറപ്പായി. സ്വന്തം പുത്രനോട് തന്നെ അവൻ്റെ യുവത്വം ചോദിച്ചു വാങ്ങിയ പിതാവ് പിന്നീട് മഹാത്യാഗിയുടെ അനുപമ മഹത്വത്തിന് ഉടമയായി. ഈ വിധം എടുത്തുകാട്ടിയത് വ്യാസഭഗവാൻ എന്തിനാണ്? ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഏതു സ്വാർത്ഥമതിക്കും ശക്തമായ തിരുത്തലുകളിലൂടെ നരജന്മ പരമലക്ഷ്യമായ മോക്ഷപദത്തിലേക്ക് ഉയരാം എന്ന സനാതന സത്യമാണ് ഇവിടെ വ്യാസഭഗവാൻ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഏതൊരു കഥയിലൂടെയും മഹാഭാരതത്തിലെ ഏതൊരു കഥയിലൂടെയും വ്യാസഭഗവാൻ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിരിക്കുന്നു. ഇതിൻ്റെ സാരമായ അർത്ഥത്തെ, അന്തസത്തയെ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടത്. ഈ ജന്മത്തിൽ നമ്മൾ ഇതുവരെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ചെയ്തതെല്ലാം പോകട്ടെ. ഇനിയുള്ള ജീവിതം നല്ലതു ചെയ്ത് വ്യാസഭഗവാൻ പറഞ്ഞു തന്നത് അനുസരിച്ച് മുമ്പോട്ട് പോയാൽ അവസാനം തീർച്ചയായും മോക്ഷപദത്തിൽ എത്തിച്ചേരും. തെറ്റു ചെയ്യാത്ത മനുഷ്യരില്ല. തിരുത്തുന്നതിലാണ് ധർമ്മം, ക്ഷമിക്കുന്നതിലാണ് ധർമ്മം, സ്നേഹമാണ് വേണ്ടത്. ഈ കാര്യങ്ങൾ വ്യാസഭഗവാൻ നമുക്ക് ഉപദേശിച്ച് തന്നിരിക്കുന്നു യയാതിയിലൂടെ. നിങ്ങൾക്ക് ഈ കഥയുടെ അന്തസത്ത കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഥകളെല്ലാം നമ്മൾ പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറേയെങ്കിലും അനുസരിക്കാനായി ശ്രമിക്കുക. ഹരേ കൃഷ്ണ.